അപ്പൊ ദേ ഞായറാഴ്ച രാവിലെ എനിക്ക് വന്ന വഴിക്ക് തന്നെ വിൻഷേട്ട് അതേ കറ്റാർവാഴയായിട്ടാ മുറിച്ചെടുക്കണത്. വിൻഷേട്ടൻ ഡെയിലി കറ്റാർവാഴ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സോ തലയിലിട്ടിട്ടാണ് കുളിക്കാറ്. അപ്പൊ ഞാനിതേ വിളക്കൊക്കെ കൊളത്തി പിന്നെ വിൻഷേട്ടതേ നമ്മുടെ കറ്റാർവാഴ ചെത്തി അടിച്ച് മിക്സ് ആക്കാനായിട്ടാ പോണത്. ഞാൻ നമ്മുടെ രാവിലത്തെ ചായപ്പണിയിലേക്ക് ഞാനും തിരിഞ്ഞുട്ടാ. അപ്പൊ ചായയും അതുപോലെ തന്നെ ഇഡ്ലിയും ചട്നിയും ചമ്മന്തി ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാട്ടോ. അപ്പൊ തേങ്ങ ഉടച്ച വെള്ളം ഫസ്റ്റ് തന്നെ വാങ്ങി വിൻഷേട്ടൻ കുടിച്ചുട്ടാ. കറ്റാർവാഴ കുറെ നിന്ന് നാശമായി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നാശമായി പോണേക്കാൾ നല്ലതല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. അപ്പൊ അതേ പാൽച്ചായ ആട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ഇഡ്ലിക്ക് ഇതേ മാവ് തലേന്ന് അരച്ച് വെച്ചത് പിറ്റേന്നേക്ക് ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ലി കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇഡ്ലി ഉണ്ടാക്കാനും നല്ല ഉഷാറായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തിക്കുള്ള സബോളയും തക്കാളിയും വെളുത്തുള്ളിയും നന്നാക്കുന്നുണ്ട്. ഇത് നല്ല സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചമ്മന്തി ആട്ടോ. ആദ്യം സബോള നമ്മൾ വഴറ്റിയെടുക്കണം. സബോളയും വെളുത്തുള്ളിയും കൂടിയിട്ട് വഴറ്റിയെടുക്കണം, ഉപ്പൊക്കെ ഇട്ടിട്ടാ. പിന്നെ അതിന് ശേഷം ഒന്ന് വടിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ, പച്ചച്ചോയ വിടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഇടയ്ക്ക് ഇത് ഞാൻ ചട്നിയും കൂടി സെറ്റാക്കി നമ്മുടെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി ആയിട്ട് എനിക്ക് കിട്ടിയേക്കണത്. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയുടെ പച്ചച്ചോയൊക്കെ വിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം. സംഭവം സെറ്റ് ആയിട്ടോ. അത് ഇങ്ങനെയാണ് വരിക. പിന്നെ വേഗത ഞാൻ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. വിൻഷേട്ട് അതേ പറഞ്ഞ പാത്രങ്ങളൊക്കെ ഉള്ളത് കുറച്ചൊക്കെ നിന്ന് കഴുകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ തേജപ്പനെ വിളിച്ചെനിപ്പിച്ച് കുളിപ്പിച്ചു ഇതേ വമ്പാട്ടീനെയൊക്കെ തൊഴുതൊരു കുഞ്ഞു കൂറിയൊക്കെ തൊട്ട് കൊടുക്കട്ടെ. പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഇഡ്ലിയും ചട്നിയും ചമ്മന്തിയും നമ്മുടെ പാൽച്ചായൊക്കെ കൂടിയിട്ട് ഞായറാഴ്ചത്തെ രാവിലത്തെ ചായക്ക് കൂടി ഞങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.